10 ലക്ഷം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് ഒരു ഷോക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് റുപ്പി ബാങ്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. അത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ള എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന ആപ്പ് 30 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും അടയ്ക്കാനായിട്ട് പോവുകയാണ്. 2022 മുതൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് 10 ലക്ഷത്തോളം പേര് യൂസ് ചെയ്തിരുന്ന ഈ ആപ്പ് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുമോ? നിങ്ങളുടെ SIPക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആ പണം തിരികെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ എത്താനും അവർക്ക് കൂടെ അത് സഹായകരമാവാനും സാധ്യതയുണ്ട്. പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി 8848030018 എന്ന് പറഞ്ഞ നമ്പറിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു റുപ്പി ബാങ്കാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 ഏകദേശം 2022-23 കാലഘട്ടത്തിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ആ കോൺടാക്റ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫിനാൻസ് ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്ന ഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത രാജു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കഴിഞ്ഞ ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഗോളുകളിനൊക്കെ ആയിട്ട് ഒരു 20 ലക്ഷം രൂപ ഫിനിറ്റി ആപ്പ് വഴി നിക്ഷേപിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് അദ്ദേഹത്തിന് ഒരു മെയിൽ വന്നു. ഈ ഫിനിറ്റി എന്ന് പറഞ്ഞ ആപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഈ ആപ്പ് ഇല്ലാതാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി അയച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് അദ്ദേഹം കോൺടാക്ട് ചെയ്തത്. ആ മെയിലും എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നായിരുന്നു. രാജുമോനെ പല ആളുകളും പാനിക്കായിട്ട് നമ്മളെ 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. പല ആളുകളുടെയും ചോദ്യം ഈ ഫിനിറ്റി എന്ന ആപ്പിൽ നിക്ഷേപിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള പൈസ പോവുമോ എന്നുള്ളതാണ്. ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ ഒരാളുടെയും 1 രൂപ പോലും ഈ ഫിനിറ്റി ആപ്പിൽ നിക്ഷേപിച്ച പൈസ പോവില്ല എന്ന് ആദ്യമേ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുകയാണ്. നിങ്ങളുടെ ഹോൾഡിങ്സ് എല്ലാം സേഫാണ്. നിങ്ങളുടെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് SIP രീതിയിലോ വൺ ടൈം ആയിട്ടോ ഫിനിറ്റി വഴി വാങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ യൂണിറ്റുകളായി കൺവേർട്ട് ചെയ്ത് അതാത് AMCകളിൽ, അതായത് HDFC മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട്, UTI മ്യൂച്വൽ ഫണ്ട്, അത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ അവരുടെ ക്യാംസ്, കാർവി പോലുള്ള രജിസ്ട്രാർ ഏജൻറ്റുമാരുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പാൻ നമ്പറുമായിട്ട് ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ യൂണിറ്റുകളും സേഫാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ ഫിനിറ്റി നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ യൂണിറ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് പൈസയായിട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും സംഭവിക്കില്ല. അതായത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള യൂണിറ്റുകളൊന്നും തന്നെ നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫിനിറ്റിക്ക് എന്നല്ല ഒരാൾക്കും സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെല്ലായി പോവുമോ എന്നും പേടിക്കേണ്ട. ഈ ഫിനിറ്റിയുടെ RIA ലൈസൻസ് ആയിട്ടുള്ള INA 2000-05-323 എന്ന് പറഞ്ഞ ലൈസൻസ് മാത്രമാണ് എൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഫിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻസ് നടത്തുന്ന ഓൺലൈനും ഓഫ്ലൈനായിട്ടുള്ള ആക്ഷൻസ് ഫിൻവെസ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നിർത്തുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു രൂപ പോലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 1 രൂപ പോലും അവരെടുക്കുകയോ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഫിനിറ്റി ആപ്പ് അല്ലെങ്കിൽ ഭാവിയിൽ മറ്റേതെങ്കിലും ആപ്പ് ക്ലോസ് ചെയ്യുമ്പോഴും അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിനിറ്റി ആപ്പ് പോലുള്ള ആപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എളുപ്പത്തിലാക്കാനായിട്ടാണ്. അല്ലാതെ മറ്റൊരു റോളും ഈ ഫിനിറ്റി ആപ്പിനോ മറ്റ് ആപ്പുകൾക്കോ ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ആകെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ വഴി പുതിയതായിട്ട് ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുപോലെ അതുവഴി നടത്തിയിട്ടുള്ള SIPകൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുകയും ഫർദർ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം മാത്രമാണ്. അല്ലാതെ നമ്മൾ അടച്ചിട്ടുള്ള യൂണിറ്റുകൾ 1 രൂപ പോലും നമുക്ക് നഷ്ടപ്പെടില്ല. അതുമാത്രമല്ല, നമ്മൾ അടച്ചിട്ടുള്ള യൂണിറ്റുകളിൽ ഉണ്ടാവുന്ന കയറ്റിറക്കങ്ങൾ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ
ഇന്നിപ്പോൾ ഫിനിറ്റി അടച്ചു, നാളെ ഗ്രോ ചിലപ്പോൾ അടച്ചേക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ കുവേര അടച്ചു കഴിഞ്ഞാലൊന്നും നമ്മളെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ഫിനിറ്റി ആപ്പ് ഉപയോഗിച്ച് ഇനി ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ സാധിക്കില്ല. ഫിനിറ്റി വഴി നടത്തിയിട്ടുള്ള SIPകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫിനിറ്റി വഴി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് നമ്മളുടെ പേരിൽ തന്നെ, നമ്മളുടെ പാൻ നമ്പറിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ക്യാൻസിൻ്റെയോ KFinTechൻ്റെയോ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ അടച്ചിട്ടുള്ള എല്ലാ യൂണിറ്റുകളും സേഫ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അത് ഉറപ്പാക്കാം. ഇപ്പോൾ ഫിനിറ്റി ഉപയോഗിക്കാത്ത ആളുകളായാലും നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. നാളെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പിന് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അടച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിനും ഈ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയായി, നിങ്ങൾ ക്ലിയറായി. ഇനി ഫിനിറ്റിയിൽ ഇനി SIP കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾ ഫിനിറ്റി ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള SIPകളെല്ലാം തന്നെ അവിടെ ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ സെറോദയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുവേരയോ ഗ്രോയോ അതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ ഏത് SIP ആണോ ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഇവിടെയും പുതിയ ആപ്പിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആപ്പുകൾ, കുവേര പോലുള്ള ചില ആപ്പുകൾ പഴയ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്തരം ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ അത് ഇമ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പുതിയ SIPകൾ പുതിയ ആപ്പിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ SIPകളെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ വിൽക്കുകയോ നമ്മൾ സ്വിച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾക്ക് ടാക്സോ മറ്റുള്ള ചാർജുകളോ വരികയും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മളുടെ ഹോൾഡിങ്സ് കൃത്യമായിട്ട് ഈ ക്യാംസും കാർവിയും വഴി അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, നമ്മൾ SIPകൾ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയും ചെയ്തു ഇതുവരെ. ഇനി സെറോദ കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് SIP ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊരു ഡെമോ കാണിക്കാം. SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ഓരോ മാസവും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സെറോദ കോയിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. സെറോദയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോയിൻ എന്ന് പറഞ്ഞ ആപ്പിലോ വെബോ ഉപയോഗിച്ചാണ്. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ സെറോദയുടെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറോദയുടെ സൈറ്റിൽ പോയിട്ട് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സെറോദ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് എല്ലാം കൊടുത്ത് അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം SIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണോ അതിൻ്റെ പേര് സെർച്ച് ചെയ്യുകയും അതിലേക്ക് നിങ്ങൾ എത്ര രൂപയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത്, എത്ര സമയം കൂടുമ്പോഴാണ് നിങ്ങൾ അടയ്ക്കുന്നത്, ഉദാഹരണമായിട്ട് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ വീക്ക്ലി ആണോ എന്നുള്ളതെല്ലാം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, മാൻഡേറ്റ് ഉപയോഗിച്ചാണോ അല്ലയോ എന്നുള്ളത് രീതിയിൽ കൊടുക്കുന്നു. ചില മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കേണ്ടതുണ്ടായിരിക്കും. അതാണ് ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് നടത്താനായിട്ടും സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നടത്തി എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇന്ന്
ഫിനിറ്റിയിൽ സംഭവിച്ചത് നാളെയും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ സംഭവിക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനിറ്റിയിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനായിട്ട് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ പാൻ നമ്പറിൽ കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ടോ എന്നുള്ള ഉറപ്പാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉള്ള വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട്, നിങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് നിങ്ങളവിടെ പുതിയ SIPകൾ സ്റ്റാർട്ട് ചെയ്യുക. പുതിയ SIPകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിനിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന SIPകൾ, അതേ ഫണ്ടുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതേ ഫണ്ടുകളുടെ തന്നെ SIP നിങ്ങൾക്ക് പുതിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചില പ്ലാറ്റ്ഫോമുകൾ ഈ പഴയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യം തരുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് അവിടെ മൊത്തം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കും. ഈ 3 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ ഫിനിറ്റിയോ ഇല്ലാതായ ഈ പ്രശ്നം, അല്ലെങ്കിൽ ഫിനിറ്റി ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.